ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു അവിയലുണ്ടാക്കാം. അതിന് മുറ്റത്ത് നമുക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ പറിക്കാനുണ്ട്, പച്ചക്കറികൾ. പിന്നെ ചേനയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്, ഏത്തക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിച്ചിരി പയറും തക്കാളിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. തക്കാളി പഴം വേണ്ട, നമുക്ക് പച്ച മതി. പയർ കുറച്ച് മതി, നമ്മൾ കുറച്ചല്ലേ വെക്കുന്നുള്ളൂ. അവിയലിനുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അവിയലിന് വേണ്ടത് ചേന, ഏത്തക്കായ. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് പടവലങ്ങയുണ്ട്, വെള്ളരിക്കായുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സവോള ഒരെണ്ണമുണ്ട്, 2-3 മുരിങ്ങക്കായുണ്ട്, തക്കാളിയുണ്ട്, ക്യാരറ്റുണ്ട്, പച്ചപ്പയറുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെത്തി അരിഞ്ഞ് എടുക്കാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കഷ്ണത്തിന് മാത്രം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിരുമിയെടുക്കാം. വെളിച്ചെണ്ണയിലാണ് അവിയലിൻ്റെ സ്വാദ്. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം. തിരുമിയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിലോട്ടേക്ക് നമുക്ക് മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം. മുരിങ്ങക്ക കണ്ടമാനം വെന്ത് പോകാതിരിക്കാൻ ഈ മണ്ടയിലിടുന്നത്. നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ഏകദേശം ഒരു 1.5 കിലോ കഷ്ണം കാണും. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം മതി. ഒന്ന് അടച്ച് വെക്കാം. അവിയലിനുള്ള അരപ്പാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ തേങ്ങ, ജീരകം, 5-6 കഷ്ണം വെളുത്തുള്ളി നമ്മൾ നേരത്തെ അരച്ച് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണം ഒന്ന് തുറന്നു നോക്കാം എന്തായെന്ന്. കഷ്ണമൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ചേനയൊക്കെ വെന്തു. നമുക്കതിനകത്തേക്ക് തക്കാളി, പച്ചത്തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പിലയും കൊണ്ടിടാം. ഞാൻ വെള്ളം കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു ഇച്ചിരി നേരം കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് അരപ്പിടാം. തുറന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് അരപ്പിട്ട് വെക്കാം. കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് വേകുന്നിടം വരെയും കൂടെ മൂടി വെക്കാം. തുറന്നിളക്കാം.
വെള്ളമൊക്കെ നല്ല വറ്റി കണക്കിന് വെന്ത് ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കടുകും ചെറിയ ഉള്ളിയും കരിയേപ്പിലയും കൂടെയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വലിയ സദ്യക്ക് ഒരു 500 പേരുടെ സദ്യക്കൊക്കെ ആണെങ്കിൽ 3 കിലോ എണ്ണ ഒഴിക്കും. കുറഞ്ഞത് 3 കിലോ എണ്ണയെങ്കിലും വേണം, എങ്കിലേ അവിയലിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. കഷ്ണം ആകെ 1.5 കിലോ കഷ്ണമല്ലേ ഉള്ളൂ. അവിയലിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് അതിൻ്റെ സ്വാദ് കിട്ടുന്നത് അല്ലേ? അവിയലിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചാലേ അവിയലിന് വെളിച്ചെണ്ണയും പച്ചക്കടുകും ചേർത്താലേ അവിയലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പം ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ചില്ല, എന്ന പകരം നമുക്ക് ഇച്ചിരി തൈരൊഴിക്കാം. നമുക്ക് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ട തൈര് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്, മതി. അപ്പം നമ്മുടെ അവിയൽ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്താം. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.